ജനുവരി 28 മൂന്നാം ആഴ്ചയിലെ ബുധനാഴ്ച. മർക്കോസ് 4:1-20 വരെ വാക്യങ്ങൾ. ഇന്നത്തെ ഉപമ നമുക്ക് വളരെ സുപരിചിതമാണ്. വിതക്കാരൻ്റെയും വിത്തിൻ്റെയും ഉപമ. നമുക്കറിയാവുന്നതുപോലെ ചില വിത്തുകൾ വഴിയിൽ വീണു, പക്ഷികൾ പറന്നു വന്ന് അവ തിന്നു. മറ്റു ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു. ഈ വിത്തുകൾ വേഗത്തിൽ മുളച്ചെങ്കിലും വേരുകൾ മണ്ണിൽ പോഷിപ്പിക്കപ്പെടാത്തതിനാൽ അവ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. പിന്നെ നല്ല നിലത്ത് വീണ വിത്ത് അവ മുളച്ച് ഒടുവിൽ സമൃദ്ധമായ വിളവ് നൽകി. ഈ ഉപമ നമ്മുടെ ഉള്ളിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തും. യേശുവിൻ്റെ വചനം എനിക്ക് എങ്ങനെ ലഭിക്കും? എൻ്റെ ഹൃദയത്തിലെ മണ്ണ് പാറക്കെട്ടുള്ളതാണോ? എൻ്റെ ഹൃദയത്തിലെ മണ്ണ് യേശുവിൻ്റെ വചനം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു നിൽക്കാൻ അനുവദിക്കുമോ? അതോ വചനം മാത്രം കേട്ട് ഉപരിപ്ലവമായ ഒരു തലത്തിൽ തുടരുകയാണോ? യേശു എന്നോട് സംസാരിക്കുന്ന വചനം ആന്തരികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നതുവരെ ഞാൻ ക്ഷമയോടെയും നിശബ്ദമായും യേശുവിനോടൊപ്പം ഇരിക്കാറുണ്ടോ? ഉപമ അവസാനിക്കുന്നത് ഈ ആഹ്വാനത്തോടെയാണ്: കേൾക്കാൻ കാതുണ്ടെങ്കിൽ കേൾക്കുക. ദൈവവും യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കേൾക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സുവിശേഷത്തിൽ കേൾക്കുന്നതിന് 4 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. 1. സന്ദേശം യഥാർത്ഥത്തിൽ കേൾക്കൽ. 2. ആ സന്ദേശം മനസ്സിലാക്കൽ. 3. സ്വന്തം ചിന്തയിലേക്ക് സന്ദേശം സ്വാംശീകരിക്കൽ. പിന്നെ 4. സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കൽ. 3-ാം ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം അനിവാര്യമായും പിന്തുടരും. ജീവിതത്തെ ശരിയായി കാണാനുള്ള ഒരു മാർഗം നമ്മുടെ ഭാഗമായി കഴിഞ്ഞാൽ അതനുസരിച്ച് പെരുമാറാൻ നാം ആഗ്രഹിക്കും. പ്രവർത്തിക്കാൻ നാം നമ്മെ തന്നെ നിർബന്ധിക്കേണ്ടതില്ല. യേശുവിനോടും അവൻ്റെ വഴിയോടും ഒന്നായിരിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണിത്. ഒരു ക്രിസ്ത്യാനിയാകാൻ തീക്ഷ്ണതയും നിരീക്ഷണ പാഠവും മാത്രം പോരാ, മറിച്ച് ഒരാൾ ഉൽപാദനക്ഷമവുമായിരിക്കണം. ഇതിന് പറ്റിയൊരു ഉദാഹരണമാണ് ഇന്ന് തിരുസഭ ആദരിക്കുന്ന ആഞ്ചല മെർസി എന്ന വിശുദ്ധ. ഈ വിശുദ്ധയുടെ തിരുനാളാണ് ഇന്ന്. ആഞ്ചല ഒരു കോണ്ടംപ്ലേറ്റീവ് ധ്യാനാത്മകയായിരുന്നു. അവൾ എല്ലായിടത്തും അന്വേഷിച്ച് കണ്ടെത്തിയ കർത്താവിൻ്റെ പ്രാർത്ഥനയിലും തനിക്ക് ഒരു ദൗത്യം നിർവഹിക്കാണ്ടെന്ന് അവൾക്ക് തോന്നിയ എല്ലാ സ്ഥലങ്ങളിലും അവൾ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയിലും ആവശ്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് അവൾ ചെയ്ത ഓരോ സേവനത്തെയും അത് അർത്ഥമാക്കി. സമർപ്പിതരും സജീവരുമായ സാധാരണക്കാർ അവളിൽ ഒരു പ്രചോദനാത്മക നേതാവിനെയും സഭയോട് ആഴത്തിൽ വിശ്വസ്തത പുലർത്തുന്ന വ്യക്തിയെയും കണ്ടെത്തി. കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത ആഞ്ചല ദൈവത്തിൻ്റെ വിളിക്ക് മറുപടിയായി പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ വികസിച്ച ഒരു പുതിയ ജീവിത രീതി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. 1535 നവംബർ 25 അവൾ സെയിൻറ്റ് ഊർസുല എന്ന ഒരു സഭ സ്ഥാപിച്ചു. അവളുടെ കാലത്തെ സ്ത്രീകൾക്ക് വ്രതമോ
അല്ലെങ്കിൽ സന്യാസമില്ലാതെ കർത്താവിനുള്ള ഒരു സമൂലമായ സമർപ്പണം നൽകാൻ അത് ഇട നൽകി. 1540 ജനുവരി 27 അഞ്ചല മരിച്ചു. 1807 മെയ് 24 പയസ് 7 മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.